എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഗൾഫ് കൊണ്ടുവന്നത്. കണ്ട ആൾക്കാരുടെ അടുത്ത് മുഴുവൻ കടവും കളിയും വാങ്ങിയിട്ടാണ് ഇവിടെ ഒരു കട തുടങ്ങിയത്. അതിന്റെ കടം തീരുന്നതിന് മുന്നേ അത് പൊളിഞ്ഞി തന്നെയാണ് റൂമിൽ വന്നിരിക്കോ. അന്റെ പിരാന്തിയാ മാറ്റും. അനിയനാണ് വിചാരിച്ചിട്ട് എനിക്ക് എപ്പോഴും എന്നെ നോക്കി വെച്ചിരിക്കാൻ പറ്റൂല. കാക്ക ആൾക്കാര് കേക്കും. കേക്കട്ടെടാ, അന്റെ പിരാന്തി നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. രാത്രി മനുഷ്യനെ ഉറങ്ങാനാക്കാതെ ഇവിടെ കിടന്ന് ഭയങ്കര ഒച്ചുംപിടി വരുന്നല്ലോ. ചിലക്കാതെ മരുന്ന് കുടിച്ചോ. എന്റെ ഓലക്കമ്മല പിരാന്തി. എങ്ങനെയുണ്ട് ഇപ്പോ? കുറവുണ്ടോ? മരുന്നൊന്നും ഏൽക്കണില്ല. എപ്പോഴും ഈ കച്ചവടം പൊളിഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒച്ച ബഹളം വരുന്നത് വരെ. വല്ലാതെ വയലന്റ് ആവുമ്പോ ഒരു ഉറക്കുളി കൊടുക്കും. പിന്നെ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ ഒരു സമാധാനം ഉണ്ടാവും. എന്തപ്പോ കാക്കാന്റെ പാട്? കാക്കപ്പോ ഓക്കെയാണ്. ആ മരുന്നിന്റെ ക്ഷീണം വല്ലാതെ ഉണ്ട്. കഴിഞ്ഞ 3 മാസം കാണിച്ചത് ഒന്നും ഓർമ്മയില്ല. ആകെ ഓർമ്മയുള്ളത് ഈ കടനെ പറ്റി മാത്രമാണ്. ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയി ആദ്യം തുടങ്ങിയ സ്ഥാപനല്ലേ. വിചാരിച്ച പോലെ മുന്നോട്ടുണ്ടാകാൻ പറ്റാത്തതും ഇതുമുള്ള കടബാധ്യത ഒക്കെയാണ് കാക്കാന്റെ സമനില തെറ്റിച്ചത്. ഇന്നിപ്പോ അത് നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകണ്ടെന്ന് കാണുമ്പോ കാക്കാക്ക് സന്തോഷാവും. അനക്ക് കാക്കാനെ കടയൊക്കെ കൊണ്ട് കൊടുന്നൂടായിരുന്നോ? ഇക്കാക്ക കുറച്ചു ദിവസം കൂടി റെസ്റ്റ് എടുക്കട്ടെ. കാക്ക വന്നിട്ട് വേണം എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു ജോലിയൊക്കെ നോക്കാന്. ഉണ്ടായിരുന്ന ജോലി ഇനി കിട്ടൂല. 1-2 കടക്കാരെ ബാധ്യത കൂടി തീർത്താലേ ഞാൻ ഫ്രീ ആയി. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാക്ക വീട്ടിക്കോടല്ലോ. ഇപ്പൊ കച്ചവടം നല്ല ഉഷാറായിട്ട് പോണില്ലേ? അത് വേണ്ടടാ. കാക്കാനെ ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയിക്കരുത്. എന്തിനാ കാക്കപ്പ അങ്ങോട്ട് പോന്നത്? അവിടെ റൂമിൽ ഇരുന്നാ പോരാ. ജിന്നങ്ങനെ വല്ലാതെ ഇരുത്തണ്ട. സോടന്നാ രണ്ടാളും കൂടി ഇന്നൊരു മൂലക്കലാക്കിട്ടേ കട കൈക്കലാക്കാനുള്ള പരിപാടിയല്ലേ. അതിന് അബുട്ടിയാണ് മരിക്കേണ്ടി വരും. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞത്? നിങ്ങൾ ഇന്നെ പൊട്ടനാക്കണ്ട. എനിക്ക് ഗുളികി മരുന്നൊന്ന് മയക്കിട്ടേ എനിക്കിതൊന്നും അറിയില്ലാന്ന് വിചാരിച്ചങ്ങള്. ഒന്ന് പതുക്കെ പറയും, ഓൻ കേക്കും. ഓൻ കേക്കാൻ വേണ്ടിട്ടന്നെ ഈ പറയണേ. നിങ്ങള് വരി, നമുക്ക് അവിടെ നിന്ന് ഇരുന്ന് സംസാരിക്കാം. നിങ്ങളോട് ഇതൊന്നും പറയരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് മറച്ചു വെക്കുന്നിടത്തോളം തെറ്റിദ്ധാരണ കൂടുള്ളൂ. കഴിഞ്ഞ 3 മാസമായി നിങ്ങൾ ചെയ്തു കൂട്ടിയത് വല്ലതും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉണ്ടായിരുന്ന നല്ലൊരു ജോലി കളഞ്ഞിട്ട് കൂടപ്പിറപ്പിന് കാവലിരിക്കായിരുന്നു നിങ്ങളെ അനിയൻ ജാഫർ. ഒക്കെ സഹിച്ചും ക്ഷമിച്ചും നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഓരോ കടബാധ്യതയും കൊടുത്തു വീട്ടുമ്പോ ഓനൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ആ കട നിലനിർത്തണം. ആ കടല്ല നിങ്ങളെ പ്രതീക്ഷ. അത് തകർന്ന നിങ്ങളും തകരൂലേ? കൊതികൾ മങ്ങി കഴിയൂല ഖബറിൽ ഞാൻ നില പോകാതെ.